മുളക് വറുത്ത പുളി മടിയന്മാർക്ക് പറ്റിയൊരു കറി തന്നെയാണ് കേട്ടോ അത്. എന്നാലോ ടേസ്റ്റിന് ഒട്ടും കുറവും ഉണ്ടാവില്ല. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒന്ന് നമ്മൾ വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കാം. ഇതിലേക്ക് ഞാൻ മൊത്തത്തിൽ ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു 10 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കുക കേട്ടോ. നല്ലപോലെ ആ പുളി ഒന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി തിളച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ടാണ് കായപ്പൊടി 2 പിഞ്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 3/4 ടേബിൾ സ്പൂണോളം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 1/3 കപ്പ് ചെറിയുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 10 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സാമ്പാർ പൊടിയും ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മൂപ്പിച്ച് ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. അപ്പൊ തന്നെ ഇളക്കരുത്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കിയിട്ട് ഉപയോഗിക്കാനാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ. അപ്പൊ ഇത് ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.